രോഗമുക്തിയും സമാധാനവും തേടി അലഞ്ഞെത്തുന്ന ഭക്തർക്ക് അഭയമേകുന്ന പുണ്യസ്ഥലമാണ് പെരിങ്ങന്നൂർ ശ്രീ മുത്തുമാരിയമ്മൻ ക്ഷേത്രം. പതിനെട്ട് കൊല്ലം ഞാൻ ഇവിടെ വന്നത് കിട്ടിയത്. എനിക്ക് എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ അമ്മയുടെ ഒറ്റ കഴിവുകൊണ്ടാണ്. പറയണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. വീട് മേടിച്ചത്, വീട് വിറ്റത്, മക്കൾക്ക് മക്കളുടെ കല്യാണം കഴിഞ്ഞത്, മക്കൾ ഗൾഫിൽ പോയത്, അവിടെ മക്കൾക്ക് ഭയങ്കര നേട്ടം കിട്ടിയത്, എല്ലാതും ഇവിടുത്തെ അമ്മയുടെ ഒറ്റ കഴിവ്. എനിക്ക് നല്ല വിശ്വാസമാണ് അമ്മേനെ. അമ്മ ഇല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ്. അത്രയും വിശ്വാസമാണ് എന്റെ മരിയമ്മേനെ, സ്വാമിനെ, എല്ലാവരും എനിക്ക് വിശ്വാസമാണ്. മോന് സ്ഥലം മേടിച്ചു, ഇവിടെ വീട് വെച്ചു, കഴിഞ്ഞാത്ത വീട് വെച്ചു, എല്ലാ കാര്യങ്ങളും ബ്രഹ്മനാണ് കിട്ടിയത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ എന്തും നേടിത്തരുന്ന അമ്മ തന്നെ ആരാധിക്കുന്ന ഭക്തരുടെ അഗ്നിക്ക് തുല്യമായ ദുഃഖങ്ങൾക്കുമേൽ മഴയായി വർഷിച്ച് ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു മാരിയമ്മ. ആരാണ് മാരിയമ്മൻ? മാരിയമ്മൻ എന്ന് പറയുന്നത് രേണുകാദേവിയുടെ അവതാരമാണ്. പരശുരാമന്റെ അമ്മയായിട്ടുള്ള രേണുകാദേവിയുടെ അവതാരമാണ് മാരിയമ്മൻ. രേണുകാദേവിയുടെ അവതാരമായി മാരിയമ്മയിലെ ശ്രീ പാർവതീദേവിയുടെ അവതാരമായിട്ടുള്ള ശീതളാദേവിയുടെ ശക്തി ചൈതന്യം കൂടി നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാരിയമ്മയ്ക്ക് ശീതളാമാരി എന്നൊരു നാമവും ഉണ്ട്. മാരിയമ്മ എന്ന ദേവതാ സങ്കല്പം, ആ ദേവത ആരാണ് എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലെ അരഭാഗം ജനങ്ങളും അതിനെപ്പറ്റി അജ്ഞരാണ്. പലരും ഇന്ന് പറയുന്നത് ഭദ്രകാളിയാണ് മാരിയമ്മ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ മാരിയമ്മ ഭദ്രകാളിയല്ല, രേണുകാദേവിയുടെ അവതാരമാണ്. പരശുരാമൻ്റെ അമ്മയായിട്ടുള്ള രേണുകാദേവിയുടെ അവതാരമാണ്. ശ്രീ പാർവതീ ദേവിയുടെ ശീതളാദേവിയുടെ ചൈതന്യം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ദേവതയാണ് മാരിയമ്മൻ എന്ന് പറയുന്നത്. മാരിയമ്മ തന്നെ പല അവതാരങ്ങളുണ്ട്. കരുമാരി എന്നറിയപ്പെടുന്ന കൃഷ്ണമാരി, അതുപോലെ പരാമാരി, അഗ്നിമാരി, ഭദ്രമാരി എന്നിങ്ങനെ പലതരം അവതാരങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ ഭക്തരുടെ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും ദേവി പ്രീതിക്കും വേണ്ടി വർഷത്തിലൊരിക്കൽ മാത്രം നടത്തപ്പെടുന്ന അർച്ചനയാണ് മാരിയമ്മൻ ത്രിശതീനാമാർച്ചന. ഗന്ധപുഷ്പ, ധൂപദീപ നൈവേദ്യം എന്നിങ്ങനെ 5 ഉപചാരങ്ങളും പുഷ്പം കൊണ്ട് തന്നെ സങ്കല്പിച്ച് നാളികേരവും പഴവും നിവേദ്യമായി വെച്ചുകൊണ്ട് അർച്ചന ചെയ്യുന്നു. മൺചിരാതിലെ ദീപജ്യോതിയെ മാരിയമ്മനെ സങ്കല്പിച്ചുകൊണ്ട് പഴവും നാളികേരവും നിവേദിച്ച് 300 മന്ത്രങ്ങളാൽ ഭക്തർ അർച്ചന ചെയ്യുന്നു. ഇതിലൂടെ ദുഃഖദുരിതങ്ങളാകുന്ന അന്ധകാരം അകന്ന് നമ്മളിലേക്ക് അനുഗ്രഹമാകുന്ന പ്രകാശം വിടരുന്നു. ചെറുതായിട്ടൊന്ന് എന്നിട്ട് അത് നെയ്ക്കലിന്റെ ഒരു വശത്തേക്ക് എന്നിട്ട് മന്ത്രം ചൊല്ലിയാലും പൂജാകർമ്മത്തിലായാലും വന്നിട്ടുള്ള എന്ത് തെറ്റുപയോഗങ്ങളാണെങ്കിലും അതൊക്കെ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അത് ചെല്ലാൻ
10-13 വർഷമായി ഇവിടെ വന്നു തുടങ്ങിയിട്ട്. ഇവിടെ വന്ന് സ്വാമിയുടെ അടുത്ത് എൻ്റെ എല്ലാ ദുഃഖങ്ങളും പറഞ്ഞാൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ സമാധാനമായി. എല്ലാ കാര്യത്തിനും എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പം ഏലസ് തന്നെ എത്ര എണ്ണം നിറച്ചിട്ടുണ്ട് അറിയോ? എൻ്റെ മോളുടെ 2 മക്കൾക്ക്, മോൾക്ക്, എൻ്റെ മോനേട്ടന്, ഞങ്ങൾക്ക് എത്ര എണ്ണം. അതുപോലെ എൻ്റെ ആങ്ങളയ്ക്ക് എത്ര എണ്ണം. അതുപോലെ തലയിൽ വെളിച്ചെണ്ണ കുപ്പി കൊണ്ടുവന്ന് ഊതി എല്ലാ കാര്യങ്ങളും. അപ്പം മാരിയമ്മൻ കോവിലുകൾ കേരളത്തിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളം ഒഴികെയുള്ള മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള സമുദായക്കാർ അവരുടെ കുലദേവതയായിട്ട് മാരിയമ്മയെ ആരാധിച്ചു പോന്നിരുന്നു. അത്തരം സമുദായക്കാർ അവരുടെ വീടുകളോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കോവിൽ പണിത് തൻ്റെ കുലദേവതയായിട്ടുള്ള മാരിയമ്മയെ അവിടെ കുടിവെച്ച് ആരാധിച്ചു പോന്നിരുന്നു. അത്തരം ക്ഷേത്രങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന ഭൂരിഭാഗം മാരിയമ്മൻ കോവിലുകളും. അതിൽ ചിലതൊക്കെ ഇന്ന് ദേശത്തെ ക്ഷേത്രങ്ങളായിട്ട് പരിണമിച്ചു എന്ന് മാത്രം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലൊക്കെ മാരിയമ്മൻ കോവിലുകളും അവിടുത്തെ പൂജകളും ഉത്സവങ്ങളൊക്കെ വളരെയധികം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ കേരളപരമായിട്ടുള്ള ഒരു ദേവതയല്ല യഥാർത്ഥത്തിൽ മാരിയമ്മ. അപ്പോൾ എൻ്റെ പൂർവികർ കുലദേവതയായിട്ട് ആരാധിച്ചിരുന്നതും മാരിയമ്മയാണ്. ഞങ്ങൾ തമിഴ്നാട്ടിലെ കുംഭകോണത്ത് നിന്നാണ് ഞങ്ങളുടെ പൂർവികർ ഇവിടേക്ക് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ പൂർവികരും ആരാധിച്ച് വന്നിട്ടുള്ളത് മാരിയമ്മയാണ് കുലദേവതയായിട്ട്. അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ്, അവരുടെ ആ ക്ഷേത്രങ്ങളാണ്, കോവിലുകളാണ് ഇന്ന് നാം കാണുന്ന ഭൂരിഭാഗം മാരിയമ്മൻ കോവിലുകളും. അപ്പം മാരിയമ്മൻ എന്ന് പറയുമ്പോൾ മാരി എന്ന് വെച്ചാൽ മഴ എന്നൊരർത്ഥമുണ്ട്. മഴയുടെ ദേവത. അമ്മൻ എന്നതൊരു തമിഴ് വാക്കാണ്. അമ്മൻ എന്നതുകൊണ്ട് ദേവി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം മാരി എന്ന് വെച്ചാൽ മഴ, മഴയുടെ ദേവത, മഴ പോലെ അനുഗ്രഹം ചൊരിയുന്ന ദേവത, അങ്ങനെ ഒരർത്ഥവും കൂടി കൽപ്പിക്കാവുന്നതാണ് ആ പേരിന്. മാരിയമ്മന് മുത്തുമാരിയമ്മൻ എന്നൊരു വിശേഷനാമമുണ്ട്. അതായത് തമിഴിൽ മുത്തുമാരിയമ്മൻ എന്ന് പറയുമ്പോൾ ആ പേരിൻ്റെ സംസ്കൃത നാമമാണ് മഹാമാരി എന്ന് പറയുന്നത്. അപ്പോൾ ദേവിക്ക് മഹാമാരി എന്ന ഒരു പേര് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ആഗമത്തിൽ പറയുന്നുണ്ട്. അതായത് ശിവഭഗവാൻ ശ്രീ പാർവതി ദേവിക്ക് ഉപദേശിച്ച ശാസ്ത്രമാണ് ആഗമശാസ്ത്രം. ആഗമം 28 ആഗമങ്ങളുണ്ട്. അതിലൊന്നാണ് കാരണാഗമം. ആ കാരണാഗമത്തിൽ മാരിയമ്മനെ പറ്റി പറയുന്നുണ്ട്. മാരാസുരവധം പൂർവം മഹാമാരീതി നാമത. അതായത് ദേവന്മാരെയും ഋഷികളെയും മനുഷ്യന്മാരെയൊക്കെ വ്യാധികളാൽ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു ഘോരാസുരനാണ് മാരാസുരൻ. അങ്ങനെയുള്ള ആ മാരാസുരനെ വധിച്ച് വ്യാധികളിൽ നിന്നും ദേവന്മാരെയും ഋഷികളെയും മനുഷ്യന്മാരെയും രക്ഷിച്ച ദേവിയാണ് മാരിയമ്മ. ആ മാരിയമ്മയ്ക്ക് മഹാമാരി എന്നൊരു നാമമാണ് ദേവന്മാരും ഋഷിമാരും നൽകിയിരിക്കുന്നത്. ആ മഹാമാരി എന്ന പേരാണ് നമ്മൾ തമിഴിൽ മുത്തുമാരി എന്ന് പറയുന്നത്.